10 വിരലിൽ 9 വിരലിലും നിങ്ങൾ മോതിരമിട്ടു. ഒരു വിരൽ മാത്രം ബാൻഡേജ് ഇട്ടിട്ട് ഒരു കല്യാണ വീട്ടിൽ ചെന്ന് നോക്കിയാൽ മോതിരമിട്ട വിരലിന് ആരും നോക്കാറില്ല. ബാൻഡേജ് ഇട്ട വിരലിനെ നോക്കിയിട്ട് എന്താ പറ്റിയെന്ന് മറുപടി പറഞ്ഞ് മടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു കല്യാണ വീട്ടിൽ ഒരുത്തൻ ഒരു പ്ലക്കാർഡും പിടിച്ചിങ്ങനെ നിൽക്കുക. പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വീണതാണ്, ചെറിയ പൊട്ടുണ്ട്, കൂടുതലൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ സകല ആളും ചോദിച്ചിട്ട് വിശദീകരിച്ച് മടുത്തിട്ട് ഇവൻ എഴുതിയാണ് പിടിച്ചതാ. പിന്നെ ആരും ചോദിക്കൂലല്ലോ. നമ്മൾക്ക് ദോഷങ്ങളെ, കുറവുകളെ ഫോക്കസ് ചെയ്യുന്ന ഒരു തലമുറ നമ്മുടെ ലോകത്ത് വളർന്നു വരികയാണ്. അതുകൊണ്ടാണ് ആ പെരുവെള്ളപ്പാച്ചലിൽ നന്മ കാണാത്തത്. പോസിറ്റീവ് മനസ്സ് കുറയുക. ഞാനിപ്പോൾ ഒരു വാക്ക് പറയാം, അടുത്ത വാക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നതെന്ന് സ്വയം ഒന്ന് വിലയിരുത്തും. ആദ്യം വരുന്ന വാക്കൊന്ന് വിലയിരുത്തും. ഞാൻ പറയുന്നതിൻ്റെ തൊട്ടടുത്ത വാക്ക് ഒരു കാലത്തും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരിക എല്ലാവരുടെ മനസ്സിലും നന്നാവില്ല, ഗുണം പിടിക്കൂല എന്നല്ലേ വന്നത്. എല്ലായിടത്തും ഞാൻ നിങ്ങളെ കൊണ്ട് പറയിച്ചില്ല എന്നേ ഉള്ളൂ, ഞാൻ എവിടെ പോയാലും പറയിക്കും. ഇത് നന്നാവില്ല, ഗുണം പിടിക്കൂല എന്നാണ്. ഒരു കാലത്തും നന്മ പറ്റില്ല എന്ന വാക്കാരുടെ മനസ്സിലും വരുന്നില്ല. ഒരു കാലത്തും സ്നേഹം നശിക്കില്ല എന്ന വാക്ക് മനസ്സിൽ വരുന്നില്ല. ഒരു കാലത്തും എൻ്റെ വീട്ടിലെ ഒരു കുട്ടിയും പോക്സോ കേസിൽ പ്രതിയാവില്ല, മയക്കുമരുന്ന് കേസിൽ പ്രതിയാവില്ല എന്ന വാക്ക് വരുന്നില്ല. നമ്മുടെ മനസ്സിൽ നെഗറ്റീവേ വരുന്നുള്ളൂ. ഇതാണ് പ്രശ്നം. നമ്മുടെ ഈ ലോകം പോസിറ്റീവ്, ഓരോ സംസ്കാരം വളരും തോറും നന്മയെ കാണാൻ. അതുകൊണ്ടാണ് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നുണ്ടാ. പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പോസിറ്റീവ് വാർത്തകളുണ്ടോ? അതേതെങ്കിലും ഒരു മൂലക്കുണ്ടാവും. എന്നാ തൂങ്ങിച്ചത്ത്, കിണറ്റിൽ തുള്ളിയത്, ആക്രമിച്ചത്, പീഡിപ്പിച്ചത്, ജയിൽ ചാടിയത്, മയക്കുമരുന്ന്, ഇത്തരത്തിലുള്ള നെഗറ്റീവ് വാർത്തകൾ നിറയുന്നത് എന്തേ? നമ്മുടെ മനസ്സ് അതിനെ താല്പര്യപ്പെടുന്നു. ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ഒന്നും പറ്റിയില്ല എന്ന് പറയുമ്പോൾ നിരാശയുണ്ടാവുകയും, ഭയങ്കര ആക്സിഡന്റ് ആയിരുന്നു, ഒരുപാട് ആൾക്ക് പരിക്കുണ്ട് എന്ന് പറയുമ്പോൾ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലും ഇവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാൻ കാലം അതിക്രമിച്ചു. പോസിറ്റീവ് വാർത്തകളുടെ ഒരു അനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം എനിക്ക് +2 പഠിക്കുന്ന ഒരു മോനുണ്ട്. ഓനിങ്ങനെ നന്നായിട്ട് ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കും. അത് സംസാരിക്കുന്നത് മലയാളം മീഡിയത്തിലാണ് പഠിക്കുന്നത്, പക്ഷേ ഗവൺമെൻറ് സ്കൂളാണ് പഠിക്കുന്നത്. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഓൻ ചെറുപ്പം മുതലേ ഈ കാർട്ടൂൺ ചാനലിൽ ഹിന്ദിയും ഇംഗ്ലീഷും അതാണ്. അത് കണ്ട് നന്നായി വർത്താനം പറയും. ഇവരിപ്പോൾ യൂറോപ്പിലെ മറ്റ് ഭാഷകൾ, ഇത് ഇംഗ്ലീഷ് എനിക്കറിയാം, ഇനി സ്വിസ് ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് സ്വിസ് ചാനൽ അവർക്ക് ഒരു ദിവസം എന്നോട് പറഞ്ഞു, അച്ഛാ രാവിലെ മുതൽ ഒരു പുഴയെ പറ്റിയാണ് ഈ ചാനലിൽ, ഒരൊറ്റ പുഴയെ പറ്റി, മറ്റൊന്നുമില്ല. രാവിലെ മുതൽ ഒരു നാച്ചുറൽ ചാനലാണത്. ഒരു പുഴ, ആ പുഴയുടെ ഒഴുകുന്ന വഴിയെ യാത്ര ചെയ്യുന്നു. പുഴയുടെ തീരത്തുള്ള സസ്യലതാദികളെ, അടുത്ത വൃക്ഷങ്ങളെയെല്ലാം അവതരിപ്പിക്കുന്നു. അവിടുത്തെ മനുഷ്യരുമായിട്ട് സംസാരിക്കുന്നു. അവിടുത്തെ മൃഗങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നു. ഇതൊക്കെയാണ് ആ പുഴയുടെ പ്രത്യേകത. എന്താണ്? 50 വർഷം മുമ്പ് വറ്റിപ്പോയ പുഴയാണത്. 50 വർഷം മുമ്പ് വറ്റിപ്പോയി. ആ പുഴയില്ല. പിന്നെ എന്താണ് ഇതിപ്പോ ഇങ്ങനെ കാണിക്കാൻ? ഇതെങ്ങനെ ഒഴുകുന്ന കാണിക്കുന്ന? അതേ 10 കൊല്ലമായിട്ട് ആ പുഴ വീണ്ടും ഒഴുകുന്നു. 10 കൊല്ലമായിട്ട് ആ പുഴ വീണ്ടും ഒഴുകുന്നു. എങ്ങനെയാണ് ആ പുഴ വീണ്ടും ഒഴുകാൻ തുടങ്ങിയതെന്നതിനെ പറ്റിയിട്ടുള്ള അന്വേഷണമാണ് ആ ചാനല്. അന്ന് കംപ്ലീറ്റ് ദിവസം ഇതാണ്, വേറെ ഒന്നുമില്ല. ഈ പുഴ എങ്ങനെ വീണ്ടും ഒഴുകി എന്നതിനെ പറ്റിയാണ്. ആ പുഴ ഏത് രാജ്യത്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത് കേരളത്തിലാണ്. ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഏതെങ്കിലും പത്രത്തിലോ ചാനലിലോ കേരള മലയാളത്തിൽ കണ്ടോ, കേട്ടോ? ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന ഭവാനിപ്പുഴയുടെ കൈവഴിയായ കൊടുങ്കരപ്പള്ളം എന്ന പുഴയെ പറ്റിയാണ് സ്വിസ് ചാനലിൽ ഒരു ദിവസം മുഴുവൻ ഡോക്യുമെന്ററി അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വാർത്ത നമ്മൾ ആരും കണ്ടില്ല, കേട്ടില്ല, അനുഭവിച്ചില്ല. കാരണം നമുക്ക് വറ്റിപ്പോയ പുഴയെ വേണ്ടു. വരണ്ടു കിടക്കുന്നു, ഭാരതപ്പുഴ വരളുന്നു, അല്ലേ? വരണ്ടു കിടക്കുന്നതിൻ്റെ വാർത്തയെ നമുക്ക് വേണ്ടു.
വീണ്ടും ഒഴുകുന്ന വാർത്ത നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് റേറ്റിംഗ് കിട്ടണമെങ്കിൽ വീണ്ടും ഒഴുകുന്ന പുഴയെ വാർത്ത വരിക. ഞാനിത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തു. അറിയോ ഇങ്ങനെയൊരു സംഭവമുണ്ട്. ഞങ്ങളത് കേട്ടിട്ട് അനങ്ങാതിരുന്നോ? ഞങ്ങൾ 24 മെമ്പർമാരിൽ 21 മെമ്പർമാരും ഞങ്ങളൊരു ബസ്സും പിടിച്ചിട്ട് ആ പുഴ കാണാൻ പോയി. ഒരു ബസ്സും പിടിച്ചിട്ട് ആ പുഴ കാണാൻ പോയിട്ട് അവിടെ സൈലന്റ് വാലിക്ക് താഴെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡോർമെട്രിയിൽ പോയി താമസിച്ചു. അവിടെ കിടന്നിട്ട് 19-ാം തീയതി ഡിസംബർ മാസം 18-ാം തീയതി രാത്രി പോയി 19-ാം തീയതി അവിടെ എത്തി. 19, 20, 21 3 ദിവസം ഞങ്ങൾ അവിടെ കിടന്നിട്ട് ആ പുഴ വീണ്ടും ഒഴുകിയത് എങ്ങനെയെന്ന് പഠിച്ചു. 3 ദിവസം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളെല്ലാം അവിടെ താമസിച്ചു. എങ്ങനെയാ ഒഴുകിയെന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. നിങ്ങൾ 1985 എഴുതിയ ഭരതൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട്, താഴ്വാരം എന്ന സിനിമേന്റെ പേര്. ആ സിനിമ ഒന്ന് കാണുക. ആ സിനിമയിൽ വരണ്ടുണങ്ങിയ മരുഭൂമി പോലുള്ള അട്ടപ്പാടിയാണ്, കംപ്ലീറ്റ് പൊടിപാറുന്ന ഭൂമി. എന്നിട്ട് നിങ്ങൾ 2 വർഷം മുമ്പ് ഇറങ്ങിയ അയ്യപ്പനും കോശിയും നടന്ന സിനിമ കാണുക. അതും അതേ സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്തതാണ്. ചാദ്വല ഭൂമിയായ നല്ല പച്ചപ്പുള്ള ഒരു ഭൂമി കാണും. ഈ മാറ്റം ഉണ്ടാക്കിയത് അട്ടപ്പാടി ഹിൽ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി അഹാഡ്സിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. എന്താണ് അവിടെ അഹാഡ്സ് ചെയ്തത് എന്ന വാട്ടർ ഷെഡ് പ്രോഗ്രാമിനെ പറ്റിയാണ് ഞങ്ങൾ അവിടെ പോയി പഠിച്ചത്. അത് കണ്ണൂർ ജില്ലയിൽ എങ്ങനെ എവിടെയൊക്കെ നടപ്പിലാക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഇന്നലെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിലിരുന്ന പ്രസിഡന്റിനെ കാണാൻ ഇടക്കിടക്ക് ആള് വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ണൂര് ആദികടലായി കടക്കരക്കൊരു റൂം എടുത്തിട്ട് രാവിലെ മുതൽ ഞങ്ങൾ അവിടെ ഇരുന്നു. എങ്ങനെയാണ് കണ്ണൂർ ജില്ലയിൽ വാട്ടർ ഷെഡ് പ്രോഗ്രാം നടപ്പിലാക്കുക, അതിൻ്റെ എല്ലാ വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് നല്ല പ്ലാൻ ഉണ്ടാക്കി. ഞാനിത് പറഞ്ഞത് എൻ്റെ മകൻ കണ്ട ഒരു വാർത്ത ഒരു ജില്ലയിലെ ഭരണകൂടത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായോ? ഇത്തരത്തിൽ എത്ര വാർത്തകൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്, എത്ര വാർത്തകൾ വരുന്നുണ്ട്. ആ വാർത്തകളെക്കുറിച്ച്, ആ വാർത്തകൾ നോക്കാൻ, അതിനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പോസിറ്റീവ് മൈൻഡുള്ള ഒരു തലമുറ ഉയർന്നു വരിക, അതാണ് നമ്മൾ ആദ്യമായി വേണ്ടത്. നമ്മുടെ എല്ലാ വീട്ടിലും അസുഖമില്ലാത്ത വീടുണ്ടാവുമോ? ഞാനിപ്പോ ഉച്ചയ്ക്ക് ശേഷം TP ഭാസ്കര പൊതുവാളിൻ്റെ മലയാള പാഠശാലയിലായിരുന്നു ഒരു 1.5 മണിക്കൂർ നേരം. അദ്ദേഹത്തിൻ്റെ പത്നി പറഞ്ഞത് എത്ര ദിവസമായി ഇങ്ങനെ ക്ഷീണവും പറഞ്ഞിട്ട് സോഡിയം കുറയും പറഞ്ഞിടിയിരിക്കുന്നു, മര്യാദയ്ക്ക് ഇരുന്നിറക്കെ എണീക്കുന്നില്ല. ഇപ്പം എന്താ ഉഷാർ നോക്കിയാട്ടെ, ഇറങ്ങി മുറ്റത്തോടുന്ന് അങ്ങോടും ഇങ്ങോടുന്ന് സംഭവം. അതിൻ്റെ മരുന്ന് വൈലോപ്പള്ളിയുടെ കവിത ഞങ്ങൾ ഒരുമിച്ചൊരു 10 കവിത പാടി അവിടുന്ന്, മാഷും ഞാനും കൂടി. കുറേ കവിതകൾ ചൊല്ലി, കുറേ കഥകൾ, നാടകത്തിലെ സംഭാഷണങ്ങൾ പറഞ്ഞു. കുറേ നാടകത്തിലെ സംഭാഷണങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു, ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ഇക്കിഗായി എന്ന് പറഞ്ഞൊരു പുസ്തകം കൊണ്ട് കൊടുക്കാനാണ് പോയത്. ഇക്കിഗായി എന്ന് പറഞ്ഞൊരു പുസ്തകാരം കണ്ടിട്ടുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ മുഴുവൻ 50 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളും വായിക്കേണ്ട പുസ്തകമാണ് ഇക്കിഗായി. ജപ്പാനീസ് പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പ്രത്യേകത, ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ഒരു ഗ്രാമമുണ്ട്, ഉഗിമി എന്നതിന്റെ പേര്, ഉഗിമി. ആ ഗ്രാമത്തിൽ എങ്ങനെയാണ് ഈ ആയുർദൈർഘ്യം മനുഷ്യർക്ക് ഉണ്ടാകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് 3 പേര് അവിടെ പോയിട്ട് നടത്തിയ പഠന റിപ്പോർട്ടാണ് ഇക്കിഗായി. ഒരു നോവൽ വായിക്കും പോലെയാണ്. അവിടെ ഭക്ഷണത്തിന്റെ പ്രത്യേകതയാണോ? ഒന്നുമല്ല. ഭൂമിയുടെ വെള്ളത്തിന്റെ പ്രത്യേകതയാണോ? ഒന്നുമല്ല. ആ ഗ്രാമത്തിൽ എല്ലാവരും പാട്ടുപാടും, എല്ലാവരും ഡാൻസ് കളിക്കും. ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഡാൻസാ. നമ്മളിവിടെ ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഏടിയ കിടക്കയില്ല നോക്കി നടക്കുക. ഭക്ഷണം കഴിഞ്ഞ് ഉടനെ മുറ്റത്തുനിന്ന് ഒന്ന് കൈയെല്ലാം പിടിച്ച് ഡാൻസ് കളിക്കും. മരണം വരെ ഡാൻസ് കളിക്കുന്നവരാണ് അവിടുത്തെ ഗ്രാമത്തിലുള്ള പ്രായോജനങ്ങൾ. മരണം വരെ എന്ന് പറഞ്ഞാൽ കുറേ കിടന്ന് ഇങ്ങനെ പോകുന്നവരല്ല. അവരുടെ മനസ്സ് എനർജറ്റിക്കാണ്. അവർ പൊട്ടിപ്പൊട്ടിച്ചിരിക്കും തമാശകൾ കേട്ടിട്ട്. ഞാൻ അതുപോലൊരു ഗ്രാമം ഞാൻ കണ്ടത് സിക്കിമിൽ. കഴിഞ്ഞ 1 വർഷം ഞാൻ പോയി സിക്കിമിൽ. അവിടെ ഗാങ്ടോക്ക് എന്ന് പറഞ്ഞൊരു പട്ടണമുണ്ട്, സിക്കിമിന്റെ തലസ്ഥാനം.
അവിടുത്തെ തെരുവുകൾ എത്ര സുന്ദരമാണെന്നറിയോ? തെരുവുകളിലൊന്നും വാഹനങ്ങൾ ഓടുന്ന വഴിയല്ല. തെരുവുകളിൽ റോഡുമല് എല്ലാ കടയുടെ മുന്നിലും ഒരു പാർക്ക് ഉണ്ടാവും. കുട്ടികളെ പാർക്കിലാക്കിയിട്ടാണ് എല്ലാവരും കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ട് ആ തെരുവിൽ നിന്ന് കളികളാണ്. കളിയെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ടാണ് എല്ലാവരും വീട്ടിലേക്ക് പോവുക. എത്ര മനോഹരമാണെന്നറിയോ അവിടുത്തെ തെരുവുകൾ? എത്ര മനോഹരമാണ് അവിടുത്തെ തെരുവ്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കണ്ണൂരിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു കട സിലിക്കോൺ എന്ന് പറയുന്ന കടയാണ്. സിലിക്കോൺ. ആ കടയുടെ പ്രത്യേകത, ആ കടയിൽ ആരെങ്കിലും കയറിപ്പോയാൽ ഒട്ടം തന്നെ പുറകിൽ വന്നിട്ട് തുടച്ച് വൃത്തിയാക്കും. നിലത്ത് ചോറ് വിളമ്പിയാൽ തിന്ന അത്രയും വൃത്തിയുള്ള കടയാണത് സിലിക്കോൺ. അതിപ്പോൾ പൊളിച്ചു മാറ്റിയെടുക്കുന്നുണ്ട്. ഏറ്റവും വൃത്തിയുള്ള കട. പക്ഷെ അവിടെ വിൽക്കുന്നത് ചെരുപ്പാണ് അവിടെ വിൽക്കുന്നത്. എന്നാൽ ഏറ്റവും അഴുക്ക് കലർന്ന ഇത് ഭക്ഷണം വിൽക്കുന്ന സിറ്റിക്കടുത്തുള്ള പച്ചക്കറി മാർക്കറ്റാണ്. കണ്ണൂർ പട്ടണത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ഥലം ഭക്ഷണം വിൽക്കുന്ന പച്ചക്കറി മാർക്കറ്റാണ്. ഏറ്റവും വൃത്തിയുള്ള സ്ഥലം ചെരുപ്പ് വിൽക്കുന്ന സിലിക്കോണാണ്. മനസ്സിലായോ നമ്മുടെ വൈരുദ്ധ്യം? ഇതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് പറ്റിദ്ധം വിഡ്ഢിപ്പോകുന്നു. സംഭവം എല്ലാവർക്കും മനസ്സിലായോ? പറ്റിദ്ധം വിഡ്ഢിപ്പോകുന്നു. കണക്ഷൻ മാറിപ്പോയി. ജോർജ് ബെർണാഡ് ഷാ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കണ്ടിട്ട് അദ്ദേഹത്തോട് ഇഷ്ടമുള്ളൊരു നടി അദ്ദേഹത്തെ അന്വേഷിച്ച് പിടിച്ചു വന്നു, പ്രേമിച്ചിട്ട്. അവിടെ വന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ രൂപം കണ്ടാൽ ഒരു സ്റ്റൈലും ഇല്ലാത്ത വിരൂപനായ ആൾ. എങ്കിലും ഈ നടിക്ക് ഇയാളോടുള്ള ആരാധന കൊണ്ട് പറഞ്ഞു, ബെർണാഡ് ഷാ നിങ്ങൾ എന്നെ തന്നെ വിവാഹം കഴിക്കണം. അതിലുണ്ടാകുന്ന കുട്ടിക്ക് നിങ്ങളുടെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യവുമായാൽ എത്ര പ്രഗത്ഭനാവും അവൻ. ബെർണാഡ് ഷാ പറഞ്ഞു, പ്രിയപ്പെട്ട ഹെലൻ, നീ പറഞ്ഞ ഐഡിയ ഈസ് ഗുഡ്, പക്ഷേ ഉണ്ടാകുന്ന കുട്ടിക്ക് നിന്റെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യമായി പോയെങ്കിലോ. ഇതാണ് പറ്റിദ്ധം വെട്ടിപ്പോ. ചെയ്യേണ്ടതെടുത്ത് ചെയ്യുന്നില്ല, ചെയ്യേണ്ടടുത്ത് ചെയ്യുന്നു. അതാണ് പ്രശ്നം. നമ്മുടെ ശീലങ്ങളിൽ നിന്ന് മോചിതരാവാൻ നമ്മൾ കഴിയണം. നമ്മുടെ കുടുംബങ്ങളിലെ ശീലങ്ങളിൽ പഴയതൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല എന്നൊരവസ്ഥയാണ്. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ സ്വയം സന്നദ്ധ വളണ്ടിയർമാരാക്കി മാറ്റുക? ആസ്ട്രേലിയൻ മോഡലിലൂടെ പറഞ്ഞില്ലേ? അതിനാദ്യം വേണ്ടത് അവനെ സാങ്കേതികമായി ശരീരത്തിലുണ്ടാകുന്ന ചികിത്സക്കാവശ്യമായ ഫിസിയോതെറാപ്പിയും ഇഞ്ചക്ഷനും മരുന്നു പുരട്ടാനും ബാൻഡേജ് ചെയ്യാനും പഠിപ്പിക്കലല്ല. ഇത് അവൻ്റെ അടുത്ത് പോയിട്ട് അമ്മമ്മക്കോ അച്ചാച്ചനും അച്ചമ്മയ്ക്കോ അയൽവാസിയായ ദച്ചുവടത്തിക്കും ചെയ്തു കൊടുക്കുവാനുള്ള ആർദ്രമായൊരു മനസ്സ് സൃഷ്ടിക്കാനാണ് ആദ്യം വേണ്ടത്. ആ ആർദ്രമായ മനസ്സ് സൃഷ്ടിക്കാത്തത് കൊണ്ടാണ് അച്ഛനും അമ്മയും കൊണ്ടുപോയിട്ട് വൃദ്ധമന്ദിരത്തിൽ തള്ളുന്നത്. ഈ ആർദ്രമായ മനസ്സെങ്ങനെ സൃഷ്ടിക്കും? ഞാൻ കൂത്തുപറമ്പിലെ ഒരു ബീഡി തൊഴിലാളിയായിരിക്കുന്ന കേളപ്പാട്ടിന് ക്യാൻസർ വാരുന്നു. ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം പറഞ്ഞാൽ ഭയങ്കര ഭീകരതയും. ഇപ്പം ക്യാൻസർ വ്യാപകമായി. വായയിൽ താടിയെല്ലിന് ക്യാൻസർ വന്നിട്ട് ചികിത്സിക്കാൻ കാശില്ലായിട്ട് അവസാനം നാട്ടുകാർ കമ്മിറ്റി ഉണ്ടാക്കി പൈസ വിരിച്ചിട്ട് അദ്ദേഹം ശ്രീജിത്തിരയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് താടിയെല്ലെടുത്ത് മാറ്റി അവിടെ ഇറച്ചി പിടിപ്പിച്ച് വർത്തമാനമൊന്നും പറയാനാവില്ല, പക്ഷെ ജീവിക്കാം, ഭക്ഷണം കഴിക്കാം എന്ന അവസ്ഥയിലേക്ക് മാറ്റി. ഓപ്പറേഷൻ വിജയിച്ചു. ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് പോന്നു. ഞാനന്ന് ഡിഗ്രിക്ക് ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ ഈ കമ്മിറ്റീൻ്റെ സെക്രട്ടറി ഞാനാണ്. അങ്ങനെ ഞങ്ങളെല്ലാം നാട്ടിൽ പോന്നു. മൂന്നാമത്തെ ദിവസം ശക്തമായ ഉണങ്ങാനുള്ള മരുന്ന് കൊടുത്തിട്ടൊന്നറിയില്ല, അവൾ അറ്റാക്കായി മരിച്ചുപോയി. അന്ന് എംബാം ചെയ്യേണ്ട സംവിധാനമൊന്നും ഇല്ലാണ്ട് ബോഡി ആംബുലൻസ് കയറ്റിയിട്ട് ഇവിടെ നാട്ടിൽ കൊണ്ടുവന്നു. കോഴിയോട് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പ് കൊണ്ടുവന്നു. അയച്ചു നോക്കുമ്പോൾ ഭീകരമായ കംപ്ലീറ്റ് കെട്ടലിളകിയിട്ടൊരു ഒരു ഇറച്ചി കൊത്തിക്കൂട്ടി ഇറച്ചി കഷ്ണം പോലെ കണ്ണെല്ലാം ഇങ്ങനെ തുറിച്ചിട്ടൊരു ഭീകര രൂപമാണ്. കണ്ട ആളെല്ലാം ഓടി അകന്നുപോയി. ശവസംസ്കരിക്കാൻ ഒരാൾ കംപ്ലീറ്റ് പഴുപ്പ് ബാധിച്ച് പുഴുവന്ന പോലെയുണ്ട് ശരീരം. ആരും സംസ്കരിക്കാൻ എടുക്കുന്നില്ല. കുളിപ്പിക്കണം, സംസ്കരിക്കാൻ എടുക്കുന്നില്ല, ആരും എടുക്കുന്നില്ല. അപ്പം ഞങ്ങളിതിങ്ങനെ അവരെ വീട്ടുകാർ നിലവിളിക്കുക. ഞാനിതിൻ്റെ കമ്മിറ്റീൻ്റെ സെക്രട്ടറി ആയി പോയില്ലേ, ആരിതിൻ്റെ. അപ്പോൾ അതുവരെ എനിക്കൊരു കഫം കണ്ടാൽ, ഒരു ചലം കണ്ടാൽ എനിക്ക് ഭയങ്കര ഞെട്ടലും കോട്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്കിത് പക്ഷെ ബാധ്യത തലയിൽ വന്നില്ലേ. എൻ്റെ കൂടെ പാർട്ടി പ്രവർത്തിക്കുന്ന ഒരു സുരേന്ദ്രേട്ടനുണ്ട്. സുരേന്ദ്രേട്ട നമുക്ക് എടുക്കാമെന്ന് ചോദിച്ചു. ഓർ പറഞ്ഞു 5 പേരിലൊന്നും ഞാൻ വരാം.
ഞങ്ങൾ ഇയാളെ എടുത്തുകൊണ്ടുപോയി കുളിപ്പിച്ച് കംപ്ലീറ്റ് നീറ്റാക്കിയിട്ട് ശവസംസ്കരിക്കുന്നവരെ അന്ന് ഞാൻ പണിയെടുത്തപ്പോൾ അന്നോടുകൂടി എൻ്റെ ഈ പരിപാടി ചെലം കാണുമ്പോൾ കവം കാണുമ്പോൾ ശവം കാണുമ്പോൾ ഉണ്ടാകുന്ന ഫോട്ടോ ഇല്ലേ, അതിനോട് തോന്നുന്നു. ഇപ്പോൾ ഏത് വൃത്തിയായിട്ട ശവം ഞാനെടുത്ത് കുളിപ്പിക്കുകയും ചെയ്യും, സംസ്കരിക്കുകയും ചെയ്യും. ഒരു പ്രശ്നം എനിക്കില്ല. ഇത് ഇഷ്ടപ്പെടുന്നത് വലിയുള്ളൂ പ്രശ്നം. ആ ഒരു മനസ്സ്, ഒന്നാമത് മനസ്സ്, രണ്ടാമത്തത് അതിൻ്റെ സാങ്കേതിക വിദ്യ. ഇത് രണ്ടും ചേരുമ്പോഴാണ്, രണ്ടും ചേരണം. അത് രണ്ടും ചേരുമ്പോൾ രോഗം വരുന്നത് എല്ലാവരുടെയും ശരീരം. കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്, നമ്മളും പ്രധാനമന്ത്രിയും ഒരേ തരക്കാരാവും ഉറക്കം തൂങ്ങുമ്പോൾ. ഉറക്കം തൂങ്ങുമ്പോൾ നമ്മളും പ്രധാനമന്ത്രിയെല്ലാം ഒരേ തരക്കാരാവില്ലേ? പ്രധാനമന്ത്രി നല്ല ഗമയിലും നമ്മൾ ലോ ക്ലാസ് ആയിട്ട് ഉറക്കം തൂങ്ങും ഇല്ലല്ലോ. എല്ലാം ഒരുപോലെയാ ഉറക്കം തൂങ്ങിയാൽ. അസുഖം വന്ന നമ്മളെല്ലാം ഒരുപോലെയാ. ആ അസുഖം നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് കണക്കായിട്ട് നമുക്ക് അസുഖം വരില്ല എന്നും പാപം ചെയ്തവർക്ക് അസുഖം വരുമെന്നുള്ള വിശ്വാസമില്ലേ? അടിസ്ഥാനപരമായി തെറ്റാണ്. ശ്രീനാരായണ ഗുരുവിനെ പോലൊരു മനുഷ്യൻ ഈ കേരളം വരെ കണ്ടിട്ടുണ്ടോ? അയാളുടെ അവസാന കാലം അനുഭവിച്ച കഷ്ടപ്പാടുകൾ എത്രയാണ്, എന്തെല്ലാം വേദനയാണ്. ഈ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ചാലകശക്തിയായിരിക്കുന്ന കുമാരനാശാനെ അദ്ദേഹം പുകഴ്ത്തിയ ആ ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ പല്ലനയാറ്റിയിൽ ആ ബോട്ട് അപകടത്തിലായ അദ്ദേഹം കൊല്ലപ്പെടാൻ പാടുണ്ടോ? ഇല്ല. അതൊക്കെ യാദൃച്ഛിക സംഭവമാണ്. ഒരു കാറ്റടിക്കുമ്പോൾ ഒരു വൃക്ഷക്കൊമ്പിൽ ഒരു കൊമ്പിൽ മാത്രം മാങ്ങയുണ്ട്, മറ്റു കൊമ്പിലൊന്നും മാങ്ങയില്ല. കാറ്റടിക്കുമ്പോ മാങ്ങയുള്ള കൊമ്പ് പൊട്ടി താഴെ വീണു. അപ്പോൾ താഴെ എന്ന് പറയച്ചോ, ബാക്കി എത്ര കൊമ്പുണ്ടേന്ന് വേണം, ഈ കൊമ്പ് തന്നെ പൊട്ടിക്കണ്ടുണ്ടോ? എന്തൊരു ദുഷ്ടനാ പ്രകൃതി എന്ന് പറയില്ലേ? പ്രകൃതി ഇത് മാങ്ങയുള്ള കൊമ്പേതാ മാങ്ങയില്ലാത്ത കൊമ്പേതാൻ തീരുമാനിച്ച് പൊട്ടിച്ചതൊന്നുമല്ല. നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത് യാദൃച്ഛിക സംഭവങ്ങളിലാണ്. യാദൃച്ഛികമായിട്ടാണ് നമ്മളെല്ലാം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കണ്ടെത്തിയത്, നിങ്ങളുടെ ഭർത്താവിനെ കണ്ടെത്തിയത് പണ്ടേ എഴുതി വെച്ചതൊന്നുമല്ല. ഇന്നാക്ക് ഇന്നാരെന്ന് എഴുതി വച്ചല്ലോ ദൈവം കല്ലിൽ കളവച്ചുവരു വച്ച മേട എന്ന പഴയൊരു പാട്ടില്ലേ? ഒന്നുമല്ല. യാദൃച്ഛിക സംഭവങ്ങളാണ് നമ്മൾ പലരും എടുത്തു എത്തിയത്. ആ സംഭവങ്ങളുടെ കൂട്ടത്തിൽ ഔചിത്യം എന്ന് പറയുന്നത് പ്രകൃതിക്കില്ല. പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ആർക്കാ വരേണ്ടതെന്നും ആർക്കാ വരണ്ടാത്തതെന്നൊന്നും അറിയില്ല. യാദൃച്ഛികമായി വന്നുകൂടും. വന്നു കൂടിക്കഴിഞ്ഞാൽ അതിനെ നേരിടുക. അതുകൊണ്ട് രോഗം ബാധിച്ചതൊരു കുറ്റമല്ല. KPSCയുടെ അശ്വമേധം എന്ന് പറയുന്ന നാടകം ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ച നാടകമാണ്. ലോകാരോഗ്യ സംഘടനയുടെ അവാർഡ് ആ നാടകത്തിന് കിട്ടാൻ കാരണം അതിൽ സുമം എന്ന കഥാപാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സർ, അന്ന് കുഷ്ഠരോഗം ബാധിച്ചാൽ കുറ്റവാളികളെ പോലെ തിളക്കുന്ന വെള്ളം ശരീരത്തിൽ ഒഴുക്കും, വീട്ടിൽ നിന്ന് പുറത്താക്കും, വിവാഹം മുടങ്ങും അല്ലേ? വിവാഹം മുടങ്ങും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥ അതായിരുന്നു. കാമുകൻ വിവാഹം നിശ്ചയിച്ചിട്ട് കുഷ്ഠരോഗമുണ്ടെന്നറിഞ്ഞിട്ട് വിവാഹം ഒഴിവാക്കുന്നത്. അത് ആ വിവാഹത്തിന് നിശ്ചയിച്ച് 7 ദിവസം മുമ്പ് പാടുന്ന അശ്വമേധം സിനിമയിലെ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹപൂർവരാത്രികൾ എന്ന പാട്ടോർമ്മയുണ്ടോ? സുശീല പാടിയ. അവസാനം കുഷ്ഠരോഗ എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് നിശ്ചയിച്ചവൻ ഒഴിവാക്കി പോകുന്നു. എന്നിട്ട് വീണ്ടും ചികിത്സിച്ച് കുഷ്ഠരോഗം മാറിക്കഴിഞ്ഞിട്ടും സംശയിച്ചിട്ട് ആരും വീട്ടുകാർ സ്വീകരിക്കാൻ തയ്യാറാവാത്തൊരവസ്ഥയെ എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത്. ആ സിനിമ, ആ നാടകത്തിലാണ് ചിറകടിച്ചൻ കൂട് തകരും നേരം അല്ലെ ജീവജലം തരുമോ, ജീവജലം തരുമോ. അതാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ്. ആ ജീവജലം ആരും മുന്നിൽ തിരിഞ്ഞു നോക്കാതെ എൻ്റെ ശരീരം തളർന്ന എല്ലാം തീർന്നില്ലേ? ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജ് ഇലക്ഷനിൽ വണ്ടി വിരിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു പീടിയെ പോയിട്ട് 50 പൈസ എടുത്തു തന്നു. ഒരു പീടിയക്കാരൻ ഒരു 2 റുപ്യ താപ്പാന്ന് പറഞ്ഞിട്ട് തരാം അപകടം കെടുത്തു 50 പൈസ. അപ്പാട് തിരിച്ചിങ്ങ് വരുമ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള രതീശ എന്ന് പറഞ്ഞ ഒരുത്തം പറഞ്ഞു, എനിക്കിത് ഒരു ബാറ്റെന്ന് പോക്കിനെ ഉണ്ടാവുമായിരുന്നു. അപ്പാട് അയാൾ വിളിച്ചിട്ട് 5 റുപ്യ തന്നു. എനിക്കതല്ല ഒരു ബാറ്റെന്ന് പോക്കിനെ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആകെ ഞെട്ടിപ്പോയി കേട്ടാ. കാരണം ബാറ്റെന്ന് പോക്കളിയാ പിന്നെ എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് അയാൾ ഉള്ളിൽ കൊണ്ടു. ഞാൻ പറഞ്ഞു വന്നത്
മനുഷ്യൻ്റെ ശരീരം പ്രകൃതിയുടെ എല്ലാ നിയമങ്ങൾക്കും വിധേയമാണ്. അതെത്ര പ്രഗത്ഭനാലും ശരീരം ഒരുപോലെയാണ്. ആ ശരീരത്തിൽ ലഭിച്ചിരിക്കുന്ന സൗകര്യത്തെ, അതിൻ്റെ അത്ഭുതത്തെ ആസ്വദിക്കുക, അതിൽ നന്ദി പറയുക, പ്രകൃതിയോടോ ദൈവത്തോടോ ആരോടെങ്കിലും. നോക്കട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് തലച്ചോറെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനല്ലേ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി കൊണ്ട് അതിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി തലയോട്ടിയാണ്. ഏറ്റവും പ്രാധാന്യമില്ലാത്ത അവയവമാണെന്ന് ബോധ്യപ്പെടുത്താനല്ലേ വയറിനെന്തേ പൊതിയാണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചോറിനേക്കാൾ ഈ ചോറാ പ്രധാനം എന്ന് ബോധ്യപ്പെടുത്തുന്നില്ലേ പ്രകൃതി നമ്മളോട്?